ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജി താൻ അബോധാവസ്ഥയിലായ കാര്യങ്ങളെല്ലാം സാഗറിനടുത്ത് പറയുകയാണ്. തുടർന്ന് സുജ പറയുന്നുണ്ട്, കയ്യിൽ നിന്ന് ചോര ചീറ്റിയപ്പോൾ തന്നെ എനിക്ക് ആകെ പേടിയായി. ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെന്നും ആരെങ്കിലൊക്കെ പുറത്തേക്ക് വന്ന് വിളിക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷെ ഞാൻ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലിൽ രണ്ടും കുഴഞ്ഞു പോവുകയാണ് ചെയ്തത്. പുറത്തേക്ക് ഒരു കാറ് വരുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു സാഗറോ കൃഷോ ആയിരുന്നെങ്കിൽ എന്ന്. എന്നാൽ അടുത്തേക്ക് വന്നത് ഈ കുട്ടിയാണെന്ന് ബലരാമനെ നോക്കി സുജ സാഗറിനോട് പറയുകയാണ്. തുടർന്ന് ആ ഭാഗം കാണിക്കുന്നുണ്ട്. സുജ രക്തം വാർന്നൊലിച്ച് കിടക്കുന്നതും ആ വിഷ്ടാങ്കിലെ മീനുകളെല്ലാം തറയിൽ കിടക്കുന്ന. അപ്പോൾ ബലരാമൻ ഓരോന്നായിട്ടെടുത്ത് അത് ബൗളിലോട്ട് ആക്കുന്നതും ഏട് നൽകി സുജയെ രക്ഷിക്കുന്നതും എല്ലാ ഭാഗവും കാണിക്കുന്നുണ്ട്. തുടർന്ന് ബലരാമൻ പറയുന്നു, ഞാൻ എപ്പോഴും കാറിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതിയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞു എന്ന്. സാഗറെല്ലാം കേട്ടുകൊണ്ട് നിന്നു. അപ്പോഴാണ് സുജ പറയുന്നത്, ഈ മോനുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ മോൻ്റെ കരുതലെല്ലാം കാണുമ്പോൾ നമ്മുടെ കൃഷിനെ പോലെ തോന്നുന്നു. അപ്പോൾ ബലരാമൻ പറയുന്നു, ഞാൻ ഈ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടതെന്നപ്പോൾ സാഗർ ബലരാമനെ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് സന്തോഷത്തോടെ. സുജ പറയുകയാണ്, സാഗർ എൻ്റെ കാര്യം പോട്ടെ, ഈ വീട് അത്രയും ബ്ലഡായിരുന്നു, അതത്രയും വൃത്തിയാക്കി മീനുകളെല്ലാം രക്ഷിച്ച് ബൗളിലോട്ട് ആക്കിയതും എല്ലാം ചെയ്തത് ഈ മോനാണ്. അപ്പോൾ സാഗർ പറയണ, മോനെ നന്ദിയുണ്ട്, വാക്കുകൾ പറഞ്ഞ തീരാത്ത അത്രയും നന്ദിയും എല്ലാം നിൻ്റെ അടുത്തുണ്ട്. ബലരാമൻ പറയുകയാണ്, നിങ്ങളുടെ സ്വന്തം മകനാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ നന്ദി പറയുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. എന്നാലും കുഴപ്പമില്ല, ഓക്കെ സാരമില്ല എന്ന് ബലരാമൻ പറയുന്നു. ബന്ധങ്ങൾക്കാണ് ഞാൻ വില കൊടുക്കുന്നത്. അത് സുഹൃബന്ധമായാലും രക്തബന്ധമായാലും ഏത് ബന്ധമായാലും ഞാൻ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം. ഇവിടെന്നോ വന്ന് എങ്ങോട്ടോ മടങ്ങി പോകുന്നവരല്ലേ നമ്മൾ, അപ്പോൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ബന്ധങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാഗറിന് സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം ഹാപ്പിയാണെന്ന് സാഗർ ഇങ്ങനെ പറയുന്നു. മുതിർന്നവർക്ക് പോലും ഒരു മാതൃകയാണ് മോൻ. അപ്പോൾ ബലരാമൻ പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, സാഗറിന് ഇത് പരിചയമില്ലാത്ത കാര്യമാണ്. ആരും ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്രയും സഹായം ചെയ്യാൻ സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടി അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്യണം എന്ന് സുജ പറയുന്നു. അപ്പോൾ സാഗർ ചോദിക്കുകയാണ്, എന്താ മോൻ്റെ പേര്? അപ്പോൾ ബലരാമൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സാഗർ ചോദിക്കുകയാണ്, മോൻ ഇങ്ങോട്ട് തന്നെ വന്നതാണോ അതോ വേറെ എവിടെയെങ്കിലും പോകാൻ വന്നതാണോ? അയ്യോ, ഞാൻ ഇങ്ങോട്ടായിട്ടാണ് വന്നത്, അച്ഛനെ അമ്മയെ ഒന്ന് കാണുവാനും ചില തെറ്റിദ്ധാരണകൾ സംസാരിച്ച് തീർക്കാനും വേണ്ടിയാണ്. സുജ ചോദിക്കുകയാണ്, തെറ്റിദ്ധാരണ മാറ്റാനോ? എന്ത് തെറ്റിദ്ധാരണ മാറ്റാൻ? മോനെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയുകൂടിയില്ലല്ലോ, പിന്നെ മോൻ്റെ അടുത്ത് എങ്ങനെയാ ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ? അപ്പോൾ സാഗർ ചോദിക്കുകയാണ്, മോന് വീട് മാറിപ്പോയോ? അപ്പോൾ ബലരാമൻ പറയുന്നു, അലിഗയുടെ മെയിൻ ചെയർമാനായ സാഗറിന്റെ സുജാത മേഡത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ സാഗർ പറയുകയാണ്, പിന്നെ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നു, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്തെങ്കിലും ഒന്നിൽ താല്പര്യം വന്നാൽ പിന്നെ അത് സാധിക്കുകയോ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയോ ചെയ്താലേ എനിക്കൊരു സമാധാനം വരുള്ളൂ. അത് നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടായല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടിയിട്ട് കാര്യമുണ്ടോ? അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അത് നിങ്ങളാണെന്ന്. സത്യം പറഞ്ഞ അതിൽ നിന്നും പിന്മാറുകയും നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ സാഗർ ചോദിക്കണം, എന്താ മോൻ്റെ പേര്? അപ്പോൾ ബലരാമൻ പറയുകയാണ്, ബലരാമൻ എന്നാണ് എൻ്റെ പേര്, VR ഡിസൈൻസിലെ ചെയർമാനാണ്. ഇത്രയും കേൾക്കുമ്പോഴേ സാഗറും സുജയും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതേ അച്ഛാ, മറ്റുള്ളവർ പറഞ്ഞു ഞാൻ അറിഞ്ഞു, അലിഗയിലുള്ളവർ എന്നെ ഭീകരനായിട്ടാണ് കാണുന്നതെന്ന്. ഞാൻ ഇതൊക്കെ ഒരു മത്സരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അലിഗയിലുള്ളവർ എല്ലാവരും എന്നെ കണ്ട് പേടിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നിയത്. സാഗർ ദേവിജിയുള്ള ഗ്രൂപ്പുള്ള അലിഗ എവിടെ കിടക്കുന്നു? ഇന്നലത്തെ മഴയിൽ കുരുത്ത ബലരാമൻ എവിടെ കിടക്കുന്നു? ഇങ്ങനെയോ ഒരു ബിസിനസ് ക്ലിക്കായി. അങ്ങനെ ഡൽഹി പ്രോജക്റ്റ് കിട്ടി. ശരിക്കും എൻ്റെ ബിസിനസ് എല്ലാം അങ്ങ് ദുബായിലാണ്. പിന്നെ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ കാരണം നിങ്ങൾക്കേറ്റ എല്ലാ വിഷമത്തിനും ഞാൻ തന്നെ മാപ്പ് ചോദിക്കുന്നു എന്ന് എളിമയോടെ ബലരാമൻ മാപ്പ് ചോദിക്കുന്നു. ബലരാമൻ സാഗറിന്റെ കാലിൽ വീഴുകയാണ്. അപ്പോൾ സാഗർ ബലരാമനെ പിടിച്ചെഴുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സുജിയുടെ കാലിലും വീഴുകയാണ് ബലരാമൻ. അതിനുശേഷം ബലരാമൻ വലിയ വിഷമത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ സാഗർ വിളിച്ചിട്ട് പറയാണ്, മോനെ നിന്റെ മുമ്പിൽ ഞാൻ ചെറുതാകുകയാണ് ചെയ്തത്. ലജ്ജ കൊണ്ട് ശിരസുകൾ കുനിഞ്ഞു നിന്നിട്ട് സാഗർ പറയുകയാണ്, ഞാനൊരു സാങ്കല്പിക ശത്രുവിനെ ഇത്രയും നാൾ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു.
ഇപ്പോൾ മനസ്സിലായി മോനെ, ഒരു വലിയ തെളിച്ചത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫീലാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ജെയിൻ പറയുന്നു അത് സത്യമാണെന്ന്. ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഡൽഹി പ്രോജക്റ്റ് വന്നതെന്ന് സാഗർ പറയുന്നു. മോനെ, നമ്മളുടെ 2 കമ്പനികളും ഈ രംഗത്ത് തന്നെ വേണം. ആരോഗ്യപരമായ മത്സരങ്ങൾ രണ്ട് വ്യക്തികളെ തമ്മിൽ ഒന്നിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് സാഗർ ബലരാമന്റെ തലയിൽ തൊട്ട് അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പോൾ ബലരാമൻ പറയാണ്, അങ്ങേപ്പോലുള്ള ഒരു വലിയ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ എന്ത് പുണ്യമാണാവോ ഞാൻ ചെയ്തതെന്ന് എന്ന് പറഞ്ഞിട്ട് ബലരാമൻ ഇറങ്ങുകയാണ്. അപ്പോൾ സുജ പറയുകയാണ്, ഞാൻ വിടത്തില്ല, ഞങ്ങളെ മക്കളൊക്കെ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം മോനെ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുകയാണ്, അയ്യോ അമ്മേ, ഞാൻ ദുബായിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. എൻ്റെ അമ്മയും അച്ഛനും അവിടെ കാത്തിരിക്കും, ഞാൻ പോകുന്നു. സുജ പറയാം, മോൻ്റെ അമ്മയെ എനിക്കറിയാം, ഞങ്ങൾ തമ്മിൽ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. ബലരാമൻ, ആണോ മോൻ, എൻ്റെ അന്വേഷണം അമ്മയോട് പറയണം, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് സുജ പറയുമ്പോൾ ബലരാമൻ പറയും, തീർച്ചയായിട്ടും വരും അമ്മ എന്നാണ് പറയുന്നത്. സാഗറിനെ നോക്കി ബലരാമൻ പറയുന്നു, നമ്മൾ ഇനിയും കണ്ടുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള പുഞ്ചിരിയോടെ ബലരാമൻ പോവുകയാണ് ചെയ്യുന്നത്. സാഗർ പറയുകയാണ്, നന്മ മാത്രം ചെയ്യുന്ന ഒരു മിത്രത്തെ കൂടിയാണ് നമുക്ക് കിട്ടിയത് എന്ന് സുജയോട് പറയുന്നു. സാഗറും സുജയും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇത് കഴിയുമ്പോൾ കൺമണിയാണെങ്കിൽ എയർപോർട്ടിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. സാറുമായിട്ടുള്ള വഴക്കുണ്ടാക്കിയത് കൂടിപ്പോയോ? ഇല്ല, വ്യക്തിത്വത്തെ മാനിക്കാത്ത ആളുമായിട്ടൊരു കാര്യത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ കൺമണി ആലോചിക്കുന്നു. കൺമണി ചിന്തിക്കുകയാണ്, എന്നാൽ ആ ഗുണ്ട എന്തിനാ കത്തിയെടുത്ത് ക്രിസ് സാറിനെ കൊല്ലാൻ വേണ്ടി ആയിരിക്കുമോ? എൻ്റെ കൂടെ ഈ ഗുണ്ടയെ എല്ലാ കാലവും ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് കൺമണി അയാളുടെ രൂപം ഓർമ്മിച്ച് വരച്ചെടുക്കുകയാണ്. കൺമണിക്ക് ഫോൺ വരികയാണ്. മനോജാണ് വിളിക്കുന്നത്. മനോജ് വിളിക്കുമ്പോൾ കൺമണി എടുക്കുക. അപ്പോൾ എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ, മോളെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മളെ ബൽറാം സാം ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയും. കാര്യങ്ങളൊക്കെ പെട്ടെന്നാവണം മോളെ അലിയിൽ നിന്ന് രാജിവെക്കണം, ഇന്നെങ്കിൽ ഇന്ന് എത്രയും പെട്ടെന്ന് അത് ചെയ്തേ മതിയാവൂ എന്ന് മനോജ് കൺമണിയോട് പറയുന്നു. കൺമണി ഒട്ടും താല്പര്യമില്ലാതെ ഇരിക്കുകയാണ് ഈ വിഷയം കേട്ട്. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അത് പോരാഞ്ഞിട്ട് മാനസ മാഡം ബാംഗ്ലൂരിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കുറേ അസൈൻമെൻറ്റ് ഏൽപ്പിച്ചിട്ടാണ് പോയത്, നമുക്ക് വിശദമായിട്ട് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ മനോജിന് ടെൻഷനാണ് തോന്നുന്നത്. അപ്പോൾ മനോജ് കൺമണിയോട് ചോദിക്കും, മോളെ നീ വെറുതെ ചേട്ടനെ ടെൻഷൻ ആക്കരുതേ, എനിക്ക് മോളൊരു കാര്യം ചെയ്യും, ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നീ തന്നെ ബൽറാം സാറിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്ന് മനോജ് പറയുന്നു. കൺമണി പറയണ, ഏട്ടാ പ്ലീസ് ഏട്ടാ, എന്തായാലും ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല, കമ്പനി കാര്യങ്ങൾ ഒരുപാടുണ്ട് ചെയ്ത് തീർക്കാൻ. ഒരു കമ്പനിയിൽ ഏട്ടനും വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഏട്ടനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. മനോജ് പറയുകയാണ്, ഇത് ഓഫീസ് ഇഷ്യൂ ഒന്നുമല്ല, വേറെ എന്തോ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയും, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ചേട്ടാ, ഒരു കുഴപ്പവുമില്ല എന്ന് പറയും. അതോടെ ആ കോൾ അവസാനിക്കുന്നു. മനോജിനാണെങ്കിൽ കൺമണിയോട് വല്ലാതെ ആകുന്നുണ്ട്. കൺമണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ എന്തെങ്കിലും തോന്നിയാവോ എന്ന്. കൺമണി ആ ഗുണ്ടയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യ വന്നിട്ട് ചോദിക്കുക, പുതിയ ഡിസൈനേഴ്സൊക്കെ വരച്ച് തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ആ ചിത്രം എടുത്ത് അടിയിലോട്ട് വെക്കുകയാണ്, മറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിദ്യയ്ക്ക് എന്തോ പന്തിയോട് തോന്നുകയാണ്. എന്നിട്ട് വിദ്യ ചോദിക്കുകയാണ്, നീ ആരുടെ പടമാണ് വരച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ കൺമണി പറയും, ഇല്ല ഞാൻ വെറുതെ ഒന്ന് വരച്ചുകൊണ്ടിരുന്നതാണെന്ന് പറയും. അപ്പോൾ വിദ്യ ചോദിക്കുകയാണ്, കൺമണി എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിദ്യയുടെ ചോദ്യത്തിന് കൺമണി പറയണം, അയ്യോ എനിക്കൊരു വിഷമവും ഇല്ലല്ലോ എന്ന്. വിദ്യ പറയണ, ഇല്ല കൺമണിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്, വിഷമത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, മാനസ മേഡം പോയത് കൊണ്ടല്ലേ. മനസ്സ് ബാംഗ്ലൂരിലേക്ക് കെട്ടി അവരങ്ങ് ഫ്ലൈറ്റ് കയറിയങ്ങ് പോയല്ലോ കൺമണി എന്ന് ഈ വിദ്യയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ കൺമണിക്ക് ദേഷ്യമാണ് തോന്നുന്നത്. വെറുതെ ഇരിക്കും വിദ്യ മേഡം എന്ന് കൺമണി പറയുമ്പോൾ വിദ്യ പറയുന്നു, എനിക്കിന്ന് ആഘോഷത്തിന്റെ ദിവസമാണ് കൺമണി, ഇനിയുള്ള കാലം മുഴുവൻ അവൾ ബാംഗ്ലൂരിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു, അലികയെ നശിപ്പിച്ചത് മുഴുവൻ അവൾ ഒറ്റ ഒരുത്തിയാണ്. മനസ്സെ കുറ്റം പറയുന്ന കൺമണിക്ക് ഒട്ടും പിടിക്കുന്നില്ല. കൺമണി വിദ്യ മേഡം ഒന്ന് ചുമ്മാ ഇരിക്കുക എന്ന് പറയുമ്പോൾ വിദ്യയ്ക്ക് മനസ്സിലാവുകയാണ് കൺമണിക്ക് മാനസയെ കുറ്റം പറയുന്ന ഇഷ്ടമല്ല എന്ന്. അത് ശരി, മാനസയെ പറഞ്ഞപ്പോൾ കൺമണിക്കാണ് കൊള്ളുന്ന. പണ്ട് കൺമണിയായിട്ട് ഇതിനകത്തിട്ട് വെള്ളം കുടിപ്പിച്ച ഒരാളാണ് ആ മാനസ. ആവശ്യമില്ലാതെ സംസാരിക്കലോ, ഒന്നാതെ തല പുകഞ്ഞിരിക്കുക. കൺമണിയുടെ സംസാരം കേൾക്കുമ്പോൾ വിദ്യയും പറയുകയാണ്. അപ്പോൾ വിദ്യ ചോദിക്കുക, കൺമണി എന്നെ അടുത്ത് ഒച്ചയെടുക്കാറൊക്കെ ആയല്ലേ, ഡിസൈനർ ആയപ്പോൾ കൺമണി ആളാകെ മാറിപ്പോയല്ലോ പറഞ്ഞ് വിദ്യ അങ്ങോട്ട് പോകും. അപ്പോൾ കൺമണി വല്ലാത്ത ഒരു സങ്കടഭാവത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ബൽറാം വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ കൂടെ ആ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ലാലി പുറത്തേക്ക് വരികയാണ്.
ലാലി വിളിക്കുകയാണ്, മാഡം ഹീറോ വന്നു കഴിഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ സുമിത്ര ആരതി തട്ടുമായിട്ട് വെളിയിലേക്ക് വരികയാണ്. എന്താ അമ്മ ആരതി തട്ടുമൊക്കെ ആയിട്ട് എന്ന് ബൽറാം ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, മോനെ യുദ്ധം ജയിച്ചു വന്ന വീരന് ആരതി തട്ട് ഒഴിഞ്ഞ് കയറ്റണ്ടേ. ശേഷം ബൽറാം ലാലിക്കൊരു സമ്മാന പൊതി എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ്. ഇത് കഴിഞ്ഞ ശേഷം സുമിത്രയോട് ചേർന്ന് നിന്നിട്ട് ബലരാമൻ പറയുകയാണ്, അമ്മേ ഞാൻ ആ വീട്ടിൽ പോയിട്ടാണ് വന്നത്. അമ്മേ ഞാൻ അവരെ കണ്ടു, പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു, ഞാനെല്ലാം അമ്മയോട് പറയാം എന്ന് പറയുമ്പോൾ സുമിത്ര പറയും, നീ വാ, എല്ലാം ഞാൻ സമാധാനത്തിൽ കേൾക്കാം മോനെ എന്ന് പറയുന്നു. അച്ഛന് നിന്നെ കാണാൻ കൊതിയായിട്ടിരിക്കുകയാണ്, അച്ഛൻ്റെ മുമ്പിൽ പോയിരുന്ന് നമുക്ക് എല്ലാ കാര്യവും സംസാരിക്കാം മോനെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ബൽറാമിനെയും കൂട്ടിക്കൊണ്ട് സുചിത്ര പോവുകയാണ്. ലാലിയും മോനും കൂടി കൂടെ പോകുമ്പോൾ സുചിത്ര പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് വരണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് എന്ന് പറയുമ്പോൾ ലാലി പറയും, അത് ശരിക്കും തീർച്ചയായ കാര്യമാണ്, ഞങ്ങൾ ബൽറാമിനെ കണ്ട സന്തോഷത്തിൽ ഓർമ്മിക്കാതെ വന്നതാണെന്ന് പറയും. കഴിഞ്ഞ് തീരുമ്പോൾ ബലരാമൻ ലാലിയുടെ മോൻ്റെ അടുത്ത് പറയുകയാണ്, നീ മനോജിനെ കൂട്ടിക്കൊണ്ട് വാ എന്ന് പറയുമ്പോൾ, ശരി സാർ, നിങ്ങൾ ഫാമിലി മാറ്റർ എല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ മനോജിനെയും കൂട്ടി വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ലാലി മോനും പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സുമിത്രയും ബലരാമനും തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛനെ കണ്ട സന്തോഷത്തിൽ ബലരാമനെ കണ്ട സന്തോഷത്തിൽ അച്ഛനും. അങ്ങനെ നമ്മളെ മോൻ അങ്ങനെ വന്നു. അച്ഛനും അമ്മയ്ക്കും വേറെ ഒന്നും വേണ്ടടാ മോനെ, നമ്മളെ മോൻ മതി. അച്ഛനും അമ്മയ്ക്കും പകരം ചോദിക്കാൻ നമ്മുടെ കണ്ണീരിന് ആദ്യ യുദ്ധത്തിൽ തന്നെ നീ വിജയശ്രീ ലാളിതനായിട്ട് വന്നു കഴിഞ്ഞു. ഇത്ര പറയുന്നത് കേട്ട് ബാലു സന്തോഷത്തിൽ ചിരിക്കുകയാണ്. അപ്പോൾ ബലരാമൻ പറയുന്നു, എൻ്റെ പഴയ അച്ഛനായ ബാലഗോപാലിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. എനിക്കറിയാം, കഷ്ടതകൾക്കിടയിലും എന്നെ വളർത്തിക്കൊണ്ടുവരാൻ അച്ഛനും അമ്മയും കാണിച്ച ശ്രദ്ധ കടപ്പാട് ഞാൻ വീട്ടുക തന്നെ ചെയ്യും. മത്സരത്തിൽ സാഗറിനെ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ മനസ്സിനെ ഞാൻ കീഴടക്കി. ഞാൻ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എല്ലാം നടപ്പിലാക്കി. എൻ്റെ ആദ്യ ലക്ഷ്യം അത് പൂർണ്ണ രീതിയിൽ ഫലം കണ്ടു. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബാലുവിനെയാണ് കാണിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.